നമസ്കാരം. ആഗോള ഭീകരരെ സ്വന്തം പൗരന്മാരായി സംരക്ഷിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്ന് രക്ഷാസമിതിയിൽ ഇന്ത്യ. നല്ല ഉദ്ദേശത്തോടെ സിന്ധു നദീ ജല ഉടമ്പടിയിൽ ഏർപ്പെട്ട രാജ്യത്തിന്റെ വിശ്വാസം പാകിസ്ഥാൻ തകർത്തുവെന്നും ഇന്ത്യയുടെ പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്തവരിലേറെയും വ്യോമസേനയിലെ വനിതാ പൈലറ്റുമാരായിരുന്നുവെന്ന് റിപ്പോർട്ട്. സൈന്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരമൊരു ഓപ്പറേഷനെന്നും ഉന്നതതല വൃത്തങ്ങൾ പറയുന്നു. രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും ലക്ഷ്യമാണ് വികസിത ഭാരതമെന്ന് നീതി ആയോഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആക്കണം. ഇക്കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അദ്ദേഹം വ്യക്തമാക്കി. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസെന്റീവായി സംസ്ഥാനത്തിന് കേന്ദ്രം നൽകാനുള്ള പ്രത്യേക സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോട് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് അഭ്യർത്ഥിച്ചു. അടിയന്തരമായി 1500 കോടി രൂപയുടെ സഹായമാണ് കേന്ദ്ര സർക്കാർ ലഭ്യമാക്കേണ്ടത്. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നും എണ്ണ കടലിൽ പടരുന്നു. കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നത് തടയാൻ കോസ്റ്റ് ഗാർഡ് കപ്പലിന്റെ ശ്രമം തുടരുകയാണ്. ഡോണിയർ വിമാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. 640 കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവയിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളുണ്ട്. 12 കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡാണ് ഉള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 19 വോട്ടെടുപ്പും ജൂൺ 23 വോട്ടെണ്ണലും നടക്കും. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് UDF. 2016 നിലമ്പൂർ മണ്ഡലം UDFന് നഷ്ടമായത്. ആര്യടൻ മുഹമ്മദ് ആയിരുന്നു ദീർഘകാലം നിലമ്പൂർ MLA. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.